ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എ ഹർത്താൽ ഡേ ഇൻ മൈ ലൈഫ്. ഹർത്താലല്ല, പണിമുടക്ക് ഡേ ഇൻ മൈ ലൈഫ് ഫ്രോം. അപ്പോൾ ഇപ്പോൾ സമയം 4 മണി. ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രോ എടുത്ത് വെക്കുകയാണ് കഴിച്ച്. ഞാനിപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ സ്റ്റേഡിയത്തിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ ഇന്ന് ഇവിടുന്ന് പോകുന്നതോടെ നമ്മുടെ ഡേ തുടങ്ങുവാണ്. അപ്പം എല്ലാവർക്കും വണക്കം, വെൽക്കം ടു മേ പണിമുടക്ക് ഡേ ഇൻ മൈ ലൈഫ്. എന്താവും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ എന്തായാലും റൂമിലേക്ക് പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, കിടന്ന് ഉറങ്ങാനേ പറ്റത്തുള്ളൂ. അപ്പം എങ്ങനെയാവും എന്താണെന്ന് അറിയാം. ഞാനൊരു പരീക്ഷണാർത്ഥം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇങ്ങനെ സാധനം ചെയ്ത് നോക്കാന്ന് വെച്ചാൽ പണിമുടക്ക് ഡേ അല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. പണിയെടുക്കാതിരിക്കുന്നൊരു പണിമുടക്ക് ഡേ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണോ നമ്മുടെ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം, എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും നമുക്ക് റൂമിലേക്ക് പോവാം. ഗൈസ്, ഇപ്പോൾ സമയം 5:15. അപ്പോൾ ഞാൻ റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി മുഖത്ത് കുറച്ച് സാധനമൊക്കെ അപ്ലൈ ചെയ്യണം, അതൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കാൻ പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇനി നമുക്ക് രാവിലെ കാണാം. ബൈ ബൈ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആണ്, ഗുഡ് ആഫ്റ്റർനൂൺ ആണ്, ഗുഡ് ഈവനിങ് ആണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ എണീറ്റിട്ടുണ്ട്. അയ്യോ 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 അയ്യോ, എത്ര മണിയാ എന്തോ നോക്കട്ടെ. 1:15 ഞാൻ എണീറ്റിട്ടുണ്ട് സുഹൃത്തുക്കളെ. 1:15. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഉച്ച. അയ്യോ, നല്ല ഉറക്കം. ഇപ്പോഴും ഉറക്കം മാറിയിട്ടില്ല. പൊങ്ങി എങ്ങനെയോ വന്നതാണ്. അമ്മേ, നല്ല സുഖമുണ്ടായിരുന്നു. ഒറ്റ കിടപ്പ് കിടന്നാൽ മാത്രമേ ഓർമ്മയില്ല. പൊങ്ങണത് ഇപ്പോഴാണ്. ഞാൻ അതായത് പൊങ്ങിയിട്ടൊക്കെ വരാം. ഓക്കെ ഗൈസ്, എണീറ്റ് വന്നപ്പോഴല്ല എൻ്റെ ഒന്ന് ഞാൻ എണീറ്റ് വന്ന് അപ്പം തന്നെ കുളിച്ചേക്കാന്ന് വിചാരിച്ചു. അതായത് ഞാൻ മറ്റേ അയ്യപ്പാരാതി തേക്കുണ്ട് തലയിൽ. താരം പോകുന്ന നല്ലതാണ് കേട്ടോ അയ്യപ്പാരാതി. ഇതിപ്പോൾ ഞാൻ ഇതുണ്ടായി ഇതുപോലെ കോമ്പുള്ളൊരു എന്താ പറയുക ബോട്ടിൽ വാങ്ങിച്ചിട്ട് അതിനകത്തേക്ക് പകർത്ത്, എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കും. അതാകുമ്പോൾ കറക്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട്. കണ്ടാ, കറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ പോവുകയും ചെയ്യും, സെറ്റാവുകയും ചെയ്യും. നിങ്ങളിങ്ങനെ അയ്യപ്പാരാതി ബെസ്റ്റാണ് ഗൈസ്. ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഉപയോഗിച്ച് വെച്ച് നോക്കിയിട്ട് അയ്യപ്പാരാതി ഈസ് ബെസ്റ്റ്. താരം പോകാൻ നല്ലതാണ്. അതെച്ചാൽ നിങ്ങൾ തേച്ചിറങ്ങി കുളിക്കരുത്. കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്തൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവറൊക്കെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം പോയി തല കൊണ്ട് കഴുകാനായിട്ട്. നല്ലതാണ്. ഞാൻ പണ്ട് എനിക്ക് കൊച്ചുനാളിലൊക്കെ മുതൽ ഭയങ്കരമായിട്ട് താരം വന്നപ്പോഴത്തേക്ക് ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് സജസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഇതിപ്പോൾ. ഇപ്പം ഇത് ഭയങ്കര വൈറലാണ്, പക്ഷെ പണ്ട് മുതലേ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും, മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കും. നല്ല ശരിക്കും നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് മാത്രമല്ല തന്നെ നമ്മളിടുന്നത് വേറെ സാധനങ്ങളുണ്ട്, രണ്ടും കൂടെ കളക്കൂല. സോ ഞാനത് ഇതൊന്ന് വെച്ചിട്ട് ഞാൻ ട്രൈപ്പോഡ് വെക്കട്ടെ. ട്രൈപ്പോഡ് വെച്ചിട്ട് ഞാൻ മുന്നിൽ വരാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മുടെ നാൽപ്പാമരാതിയാണ്. ഞാൻ സീരിയസ്ലി ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ കണ്ടപ്പോഴത്തേക്കും ഇപ്പം അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്ത് കണ്ട് റിസൾട്ട് കണ്ടപ്പോഴത്തേക്കും ഞാൻ വാങ്ങിച്ച് അതിൻ്റെ എനിക്ക് ടാൻ ഉണ്ടല്ലോ ഫേസിലൊക്കെ. അപ്പം അങ്ങനെ യൂസ് ചെയ്ത് നോക്കാം എന്ന് കരുതി വാങ്ങിച്ച സാധനമാണ്. ഇതിപ്പം 2-3 ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. സോ എന്താണെന്ന് അറിയത്തില്ല, യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. യൂസ് ചെയ്ത റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്, എന്താകും എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട്. അയ്യോ, കണ്ണാടി വേണമല്ലോ. ഞാൻ ഫ്രണ്ട് ക്യാം തിരിച്ചേക്കട്ടെ, എന്നിട്ട് ഞാൻ സെറ്റാക്കാം. വെച്ചാൽ എന്ത് പൊട്ടറാണ്. ഫ്രണ്ട് ക്യാം വെക്കട്ടെ, അപ്പോഴത്തേക്ക് എനിക്ക് മുഖത്ത് പെരട്ടാൻ പറ്റുന്നു കണ്ടുകൊണ്ട്. വൈ ഐ എം ദിസ് ലൈക്ക് ദിസ്. ഓക്കെ, ഫ്രണ്ട് ക്യാം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫേസ് വലിയ ഒരു നെറ്റിയിലൊക്കെ ആണെന്ന് തോന്നുന്നു, ടാണെന്ന് തോന്നുന്നു. അത്രയും ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നൊക്കെ അത്യാവശ്യം പോയെന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയുണ്ട്. ഞാൻ പക്ഷേ 3 ദിവസം ഞാൻ രാത്രിക്ക് മറ്റേ അലോവേര ജെല്ല് തേക്കുന്നുണ്ട്, പിന്നെ ഇതും തേക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് പക്ഷേ ഒരൊറ്റ പ്രശ്നമാണ് ഇതിനകത്ത്, നമ്മൾ നല്ലപോലെ തേച്ചൊരച്ച് കഴുകാണ്ട് വല്ല വൈറ്റ് ഡ്രസ്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ മൂഞ്ചി തുരിഞ്ഞിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഔത്തലാവും. ഞാനിങ്ങനെ അടപ്പിനകത്ത് എടുത്തിട്ട് ഓരോ ഡ്രോപ്പ് എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കും. പോയില്ല. ഞാനത് വാങ്ങിക്കാൻ പോയപ്പോൾ കടയിൽ ചേട്ടൻ പറഞ്ഞതറിയാം, ഇന്ന് രാവിലെ തന്നെ ഒരു 3-4 ജനം പോയിരുന്നു നാൽപ്പാമരാതി. എല്ലാവരും വന്ന് വാങ്ങിക്കണം.
വെള്ളി നീലവേ വെള്ളി. നിങ്ങളുടെ ഹർത്താലിലേക്ക് എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ ഹർത്താലിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ഇലവിഴാപ്പൂഞ്ചിറ പോകാൻ പോയതാണ്. പക്ഷെ പിന്നെന്തോ പഠിത്തം എനിക്കതാണ് പെട്ടെന്നുള്ളൊരു ട്രിപ്പിന് എനിക്ക് പോകാൻ പറ്റുന്നില്ലെന്നേ. പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ വിളിച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ അങ്ങനത്തെ എന്തോ ഒരു ഇതുണ്ട്. എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്നൊരു ഇപ്പോൾ പറയുന്നത് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ എനിക്കൊരു കോൾ തന്നെ വിളിക്കാൻ വരുമ്പോൾ ചെവി കുറച്ച് കോളുകളൊക്കെ വന്നു കേസ്. അതാണ് വേറെ വഴിക്ക് പോയത്. അത് തികച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇപ്പുറത്തെ ഭാഗത്ത് കുറഞ്ഞു, ഇപ്പുറത്തെ ഭാഗത്ത് കൂടിപ്പോയി. എന്തായാലും ഉണ്ട്, എന്തായാലും തെറ്റാണ്. ഇപ്പോൾ ഞാൻ രാവിലെ എണീക്കാനത്ത് ഈ ഒരു ബോട്ടിൽ വെള്ളം ഞാൻ ഫുള്ള് തീർക്കാറുണ്ട്, അത് ചെയ്യാറുണ്ട്. ഇനി വേണം കുക്കിംഗ് ചെയ്യാൻ. സന്തോഷമായിട്ടും കഞ്ഞി വെച്ച് അരി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും അരിയണം. മുട്ട എഗ് ബുർജി ഉണ്ടാക്കാം. നൈസല്ലേ? എഗ് ബുർജി ഉണ്ടാക്കാം. എഗ് ബുർജി ഉണ്ടാക്കിയിട്ട് അതിനുള്ള പച്ചമുളക് സവോള ഇതൊക്കെ അരിഞ്ഞു വെക്കാം. സന്തോഷമായിട്ട് അങ്ങനെ തുടങ്ങിയത്. ഞാൻ എന്തായാലും പോയി അതിനുള്ള സെറ്റപ്പൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സോറി അവിടെ വേറൊരു സൗണ്ട് വെജിറ്റബിൾസ് അരിയാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ തക്കാളി ഉണ്ട്, സവോളയുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്. അപ്പം ഇതൊക്കെ അരിയട്ടെ. എനിക്കതല്ല പേടി. ഇത് തക്കാളി അരിയുമ്പോൾ കണ്ണ് പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എല്ലാം കൂടെ നടക്കുന്നില്ല. ഈ മൈക്ക് എവിടെയെങ്കിലും വെക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ കിട്ടുമോ എന്തോ. കിട്ടുന്നുണ്ടോ ആവോ? ഞാൻ ഇത്രയും ലോങ്ങി വെച്ചാൽ മൈക്ക് സംസാരിക്കുന്നത്. ആദ്യമേ വേണ്ട, വെങ്കായല്ല തക്കാളിയെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇതിങ്ങനെ കൂട്ട, ഇതിങ്ങനെ ഒരു ഇതിങ്ങനെ ഒരു ഇതിങ്ങനെ ഒരു എടുത്ത് ഇതിങ്ങനെ ആക്കണം, ഇതിങ്ങനെ ആക്കണം. എങ്ങനെയില്ല നമ്മളോടാ കളി. വെട്ടിയ വഴി വന്നില്ലെങ്കിൽ വന്ന വഴി വെട്ടും. ഓക്കെ ഗൈസ്, ഇത് ഹാർഡസ്റ്റ് പാർട്ടിലേക്ക് കടക്കാൻ പോവാണ്. ഉള്ളി അരിയൽ മഹാമഹം. അമ്മേ, സവാള ഗിരിഗിരി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നേരെ തക്കാളി ഇങ്ങോട്ട് പോട്ടെ. തക്കാളി തന്നെയല്ലേ പറഞ്ഞത്. ദ ഹാർഡസ്റ്റ് പാർട്ട് ഉള്ളി. ഓക്കെ ഗൈസ്, സവോള അറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മെമ്മറി ഫുള്ളായിപ്പോയി. അപ്പം ഞാനത് രണ്ടും കൂടെ നടക്കില്ല, വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിതെല്ലാം ഫിനിഷ് ചെയ്ത് തീർത്തിട്ടൊക്കെ ഞാൻ വരാം. ഓക്കെ അങ്ങനെ നമ്മളെല്ലാം അരിഞ്ഞ് ഫിനിഷ് ചെയ്യുന്നത് നോക്കി. എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഭംഗിന്ന് മറ എന്ത് ഭംഗിയാണെന്ന് നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്നത് ഇത്രയും രസമായിട്ട് വേറെ കട്ട് ചെയ്യൂല. ഇനിയിത് സന്തോഷമായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും സംഭവം റെഡി, ഫുഡ് കഴിക്കാം. ഞാൻ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും സന്തോഷമായിട്ട് കഴിച്ച് കഴിഞ്ഞു. ഹായ്, കച്ചമ്പർ, എഗ് ബുർജി, ചോറ്, പിന്നെ 2 മറ്റേ ഉപ്പിലിട്ട നെല്ലിക്ക, അച്ചാർ. പൊളി. ഞാൻ വെള്ളം വിട്ട് തരാം. വാവ്, വാട്ട് എ സിമ്പിൾ ഊണ്. കുറച്ച് ഇതിങ്ങനെ എടുക്കുക. ചോറ് കുറച്ച് വെന്ത് പോയി, അത് വെന്ത് ചെയ്യുന്നത്. ഇതിങ്ങനെ എടുക്കുക, ഈ തൈരും കൂടെ മിക്സ് ചെയ്യുക. അയ്യോ കൊതി വഞ്ഞേ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വാട്ട് ബ്യൂട്ടിഫുൾ. ഞാൻ കഴിച്ചിട്ട് തരാം, ബാക്കി കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുറച്ചേരത് കിടന്ന് റെസ്റ്റ് എടുത്ത് 1-2 വീഡിയോ എടുത്തിയാണത് അപ്ലോഡ് ചെയ്യണത്. അപ്ലോഡ് ചെയ്ത് സെറ്റാക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയേ. പക്ഷെ പുറത്തേക്ക് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വണ്ടിയൊക്കെ ഇഷ്ടംപോലെ പോകുന്നതിന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം പക്ഷെ ഞാൻ ഈ ന്യൂസൊക്കെ കണ്ടപ്പോഴത്തേക്കും വണ്ടിയൊക്കെ തടയുന്ന അതിനൊക്കെ ന്യൂസൊക്കെ കണ്ടാൽ എനിക്ക് ചെറിയൊരു പേടി. വണ്ടിയൊക്കെ നമ്മൾ എല്ലാം ചെയ്താലെന്ന് പറഞ്ഞൊരു ചെറിയൊരു പേടിയാണ്. നമുക്ക് അപ്പുറം വണ്ടിയിലല്ലേ. സോ അത് കാരണം അധികം അപ്പം ഞാൻ പുറത്തിറങ്ങി. ഞാൻ ഇപ്പം എന്തായാലും എണീറ്റിട്ടുണ്ട്. ഇപ്പം എന്തായാലും പുറത്തേക്ക് നോക്കാം, എങ്ങനെയാണ് എന്താണെന്നൊക്കെ പുറത്തേക്ക് നോക്കാം. അതിനു മുമ്പ് എന്ത് ചെയ്യാൻ കാപ്പി കുടിക്കാം. ഞാൻ ഇന്നലെ തന്നെ കാപ്പികൾ കടിക്കാനൊക്കെ ഇന്നലെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ പോയി കാപ്പികൾ വെച്ച് തരാം. കട്ടൻ ചായ ഗ്ലാസ്
മിച്ചർ, എരിവുള്ള മിച്ചർ നല്ല കോംബോയല്ലേ? എരിവുള്ള മിച്ചറും കട്ടൻ ചായ എപ്പോഴും നല്ല കോംബോയാണ്. പഴം രസം എന്ത് ചോറ് ബേട്ടി കുടിച്ചോ. ഓക്കെ അല്ലേ? മധുരം കുറച്ചിട്ട് മധുരം കുറയ്ക്കണം, നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണ്. മധുരം കുറച്ച് മനസ്സിലായി. എരിവുണ്ടല്ലോ, എരിവിൻ്റെ കൊടുത്ത് ആ മധുരം കൺസിസ്റ്റന്റ് ആയി പോയിക്കോളും. മധുരം ഞാൻ 2 സ്പൂൺ ഇട്ടുള്ളൂ, അതാണ്. ഓക്കെ, ഞാൻ കാപ്പ് കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കട്ടെ, ജീവനുണ്ടോ ഞാൻ തിരിച്ചു വരും. സത്യം പറഞ്ഞാൽ ഞാൻ കരുതുമ്പോഴത്തേക്ക് നല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഗോൾഡൻ ലൈറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മറൈൻ ഡ്രൈവ് പോയി നല്ല ഗോൾഡൻ അവർ കാണാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് അത് പോകും. സോ ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് വന്നു. ഇതൊക്കെ ഫുൾ ആക്റ്റീവാണല്ലോ, ഒരു രക്ഷയില്ല. നല്ല കിട്ടുന്ന സൺസെറ്റിന് കിട്ടുന്ന സൺസെറ്റ് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിൽ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ കാണിച്ചില്ല. കിട്ടില്ല സൺസെറ്റ്, നോക്കി നല്ല കിട്ടില്ല രസം. പക്ഷേ ഫോണിൽ അത്രയും കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഇതിൻ്റെയൊക്കെ ഇടക്കൂടെ വന്നിട്ട് നല്ല കിണ്ണം കച്ചിട്ട് രസമായിട്ട്. പക്ഷേ വൈകുന്നേരം ഇവിടെ മറച്ച ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും വൈകുന്നേരം പുറത്തിറങ്ങിയാണ്. ഞാൻ സീരിയസിൽ കേട്ടോ, വൈകുന്നേരം ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിനകത്ത്. അപ്പോൾ പെട്ടെന്ന് താന്നുകൊണ്ട് സണ്ണ് കണ്ട നല്ല രസമില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കറക്റ്റ് ഒരു പാടത്ത് കഴിഞ്ഞിട്ട് കയറിപ്പോയി. ഞാൻ അവിടെ കുറച്ച് നേരം ഞാൻ സൺസെറ്റ് കാണിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങ് മുഴുകിപ്പോയി. അവിടെ ഭയങ്കര എന്താ പറയുക, AC, അതായത് AC-ക്കകത്ത് കാറ്റ് കിട്ടും, അതുപോലെ നല്ല കാറ്റും ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡ്. കുറേ നേരം ഞാൻ കുറച്ച് 10-15 മിനിറ്റോടെ ഞാൻ അവിടെ ഇരുന്ന് നല്ല സ്റ്റക്കായിപ്പോയി. സ്റ്റക്കായെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് സ്റ്റക്കായിപ്പോയി. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല രസമെന്ന് വെച്ചാൽ ഒരു നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒഴുകി എന്താ പറയുക, ഈ മെൽറ്റായി പോകുന്നൊരു ഫീലില്ലേ, അതുപോലത്തെ ഒരു ഫീലായിരുന്നു. ഭയങ്കര രസമുണ്ട് അവിടെ ഇരിക്കാനായിട്ട്. നമ്മുടെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ഇടയ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്ന് ഒന്നും ചെയ്യാണ്ട് കുറേ നേരം ഇങ്ങനെ ഫോണൊക്കെ സൈലൻ്റാക്കി എല്ലാം സൈലൻ്റാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണം. ആ സൺസെറ്റ് സമയത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രെസ് റിലീഫും ഭയങ്കര മെൽറ്റായി പോകുന്ന ഫീലാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, സെറ്റായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനി എന്തെങ്കിലും മറൈൻ ഡ്രൈവ് പോയാലോ, മറൈൻ ഡ്രൈവ് പോയി നോക്കാൻ എന്താവുന്നുള്ളത് പോയി നോക്കുകയാണെങ്കിൽ പോയി നോക്കാം. ആരെയും വിളിച്ച് നോക്കാം, ദാസേട്ടനെ ആരെയും വിളിച്ചേക്കാം, എവിടെയാണെങ്കിലും വിളിച്ച് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം, പണ്ടൊക്കെ എപ്പോഴും വന്നിട്ടുള്ള സ്ഥലമാണ്, ഇപ്പം അങ്ങനെ ഒറ്റയ്ക്ക് വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ അബ്ദുൽ കലാം മർഗിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ അവിടെ ഇരുന്ന സ്ഥലത്തൊക്കെ കുറേ കഴിഞ്ഞത് മൊത്തം നോർത്ത് ഇന്ത്യൻസ് ആയി. ഫാമിലിയായിട്ട് വന്ന് നോർത്ത് ഇന്ത്യൻസ് തന്നെ ആയിരുന്നു അവിടെ. അവർ ഫാമിലിയായിട്ട് വന്നിരിക്കുക. കപ്പിൾസൊക്കെ അല്ലറ ജില്ല ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. പിള്ളേരൊക്കെ ഇപ്പോൾ വൈകുന്നേരം നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും നല്ല തിരക്കായിട്ടുണ്ട്. എല്ലാവരും വൈകുന്നേരം ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയാന്ന് തോന്നുന്നു. എല്ലാവരും കിടന്നിറങ്ങി റെസ്റ്റൊക്കെ എടുത്ത് നമ്മളെ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പോൾ ഇറങ്ങിയാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അബ്ദുൽ കലാം മർഗിൽ പോയി കുറച്ച് ചുമ്മാ കുത്തിരിക്കുക. MG റോഡ് വന്നപ്പോഴാണ് സെൻട്രൽ സ്ക്വയർ മാളൊക്കെ ഓപ്പൺ ആയിരുന്നില്ലേ. പക്ഷേ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും പടത്തിന് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാൻ തന്നെ തിരിഞ്ഞൊക്കെ പറ്റും. പക്ഷേ അറിഞ്ഞിട്ടില്ല. ഞാനൊക്കെ തിയേറ്ററിലൊക്കെ പടം ബുക്കിംഗ് ഉണ്ട്, പക്ഷേ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി നമുക്ക് വൈകുന്നേരം നമ്മൾ ഡിന്നർ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം അറ്റ് ലാസ്റ്റ് കുറേയേറെ നാളുകൾക്ക് ശേഷം നമ്മളങ്ങനെ വീണ്ടും റൂമിൽ കഞ്ചി, ഉപ്പിലിട്ട നെല്ലിക്ക, എഗ് ബുർജി, അച്ചാറ്, ആഹാ അന്തസ്. പിന്നെ എന്ത് വേണം, കുറച്ച് എഗ് ബുർജി ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇച്ചിരി എടുത്ത് കഞ്ഞിക്കത്തിടണം. ഇച്ചിരി അച്ചാർ ഓൾറെഡി ഞാനിത് മിക്സ് വെച്ചിട്ടുണ്ടേ. ഇച്ചിരി അച്ചാറിൻ്റെ കഷ്ണം ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പുറത്തിട്ടിട്ട് ഇതിങ്ങനെ എടുത്തിട്ടേ ഫോക്കസാകത്ത് ഇങ്ങനെ ആയിട്ട് സാറ്റിസ്ഫാക്ഷൻ അറ്റ് പീക്ക്. ഓക്കെ, ഞാൻ കഴിച്ചിട്ടേക്ക് വരാം. ബാക്കി കാണിച്ച് നിങ്ങൾ വെറുതെ ഞാൻ കൊതിപ്പിക്കുന്നില്ല. നിങ്ങൾ കൊതിച്ചാൽ എൻ്റെ വയറ് ചീത്തയാവും, അതുകൊണ്ടാണ്. ഓക്കെ, ബൈ കഴിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ ഒറ്റ മൈൻഡ്, എനിക്ക് പെട്ടെന്ന് ഒരു ചിന്ത തോന്നി, ആശകളായിരം കാണാൻ തോന്നി. 9:30 ഷോയ്ക്ക് ഞാൻ 9:45 കൂടെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടെ എന്താകും എങ്ങനെയാണെന്നുള്ളത്. ഞാനതിൽ ഒറ്റ മൈൻഡ് പോകണമെന്നുള്ളത് ഇഷ്ടത്തില്ല. ഞാനതിൽ പോവുകയാണ്. എന്താകും ഇങ്ങനെ ഞാൻ പോയി നോക്കാം.
പടം തുടങ്ങി തോന്നുന്നു. പടം തുടങ്ങി, ഞാൻ കണ്ടിട്ടൊക്കെ വരാം. ഓക്കെ ഗൈസ്, പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പം എൻ്റെ ഒരു ഹർത്താൽ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണല്ലോ ഇത്. അപ്പം എൻ്റെ ഹർത്താൽ ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ല, എൻ്റെ ഏകദേശപ്പെട്ട എല്ലാ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ആയിരിക്കും. ഇപ്പം ഞാൻ ഒറ്റക്കാണ്, ആരുമില്ല, പരിപാടി എടുക്കുന്ന ആരുമില്ല, ഫ്രണ്ട്സ് ആരും ഒരു സർക്കിളിലെങ്കിൽ ഞാൻ അടുത്ത ഓപ്ഷൻ നോക്കുന്നത് തിയേറ്റർ ആയിരിക്കും. നിങ്ങൾ തന്നെ കണ്ടോ, ഞാൻ എനിക്ക് ഭയങ്കര ഒരു മൂവി എന്തൂസിയസ്റ്റാണ് ഞാൻ. മൂവി എന്തൂസിയസ്റ്റ് ആണോ, മൂവി അഡിക്ഷൻ ആണോ, എന്തോ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്ന മൂവിയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെയാണ്. ഇപ്പം കണ്ട പടം ആശകളായിട്ടാണ് കണ്ടിരിക്കാന്ന് വെച്ചാൽ ചുമ്മാ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി കണ്ടിരിക്കുക, അല്ലാണ്ട് വലിയ ഗുമ്പൊന്നുമില്ല. ചുമ്മാ ചില സാധനമൊക്കെ വാരിക്കും ഒരു എക്സ്ട്രാ ഇട്ടിരിക്കണൊക്കെ, പഴയ സാധനമൊക്കെ എടുത്തിരിക്കുന്നത്, ചുമ്മാ ആൾക്കാർ റിപ്പീറ്റ് സാധനമൊക്കെ ഉണ്ട് കുറച്ച്. എനിക്ക് അങ്ങനെ പോയിച്ചൊന്നുമില്ല, എനിക്ക് കാണാം മണ്ടയും വായിച്ചുള്ള അത്രയില്ല, അല്ലാണ്ട് വലിയ ഗുമ്പൊന്നുമില്ല. സോ ഇനി എന്താ പരിപാടി, ഇനി എൻ്റെ ഡെയിൻ മൈ ലൈഫ് അവസാനിക്കാൻ പോകുന്നു. നമ്മുടെ PDDP 24 PDDP-ലാണ് എൻ്റെ ഡെയിൻ മൈ ലൈഫ്. ഇനി അടുത്ത സെക്ഷൻ ഞാൻ പോകുന്നത്. ഇവിടുന്ന് പടം കഴിഞ്ഞ് ഇറങ്ങാൻ, അവിടെ പോയി ഒരു കട്ടൻ കുടിക്കുക, റൂമിൽ പോകാൻ കിടന്നതാണ്. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. സോ നമുക്ക് നേരെ 24 PDDP-യിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചായയെ കുടിച്ച് തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. എനിക്ക് കിടന്നുറങ്ങണം. ഇപ്പം കണ്ട വീഡിയോ എഡിറ്റ് ചെയ്യണം. അത്രയൊക്കെ ഉള്ളു. കൊള്ളായിരുന്നില്ല ഇന്നത്തെ, അടിപൊളിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് എല്ലാ ദിവസം ഇങ്ങനെ പണിയുള്ള ദിവസം പണിയിലായിരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ഞാൻ ചായക്കടയിൽ പോയി ചായ കുടിച്ചപ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു, അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കാഞ്ഞത്. തിരിച്ച് റൂമിൽ വന്നത്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.